ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഞാൻ മുന്നേ ഈ ഒരു കേക്ക് ചെയ്തിട്ടുണ്ട്, അന്ന് വീഡിയോ എടുത്തിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ വീണ്ടും ഒന്ന് ഇത് കാണിക്കാം. ഈ ഡെക്കറേഷൻ ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പം 8 ഇഞ്ചിൻ്റെ പാനിൽ 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ക്രീം കോട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ചെയ്താൽ മതി. പക്ഷേ ഞാൻ അത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഏതൊരു കേക്കിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്താലും അതിൻ്റെ താഴെ എപ്പോഴും ആരെങ്കിലും ഒരാളൊക്കെ ആയിട്ട് കമൻറ്റ് ഇടുന്നുണ്ട്, എത്രയാണ് കേക്കിൻ്റെ പ്രൈസ് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിന് ഞാൻ മനഃപൂർവ്വം റിപ്ലൈ തരാത്തതാണ് കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഒരേ സ്ഥലത്തുള്ള ആളുകളായിരിക്കില്ലല്ലോ, പല പല സ്ഥലത്തു നിന്നുള്ള ആളുകളായിരിക്കും എൻ്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഏരിയയിലുള്ള ഒരു പ്രൈസ് ലിസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കത് കൂടുതലോ കുറവോ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങളൊരു ഹോം ബേക്കറാണ് എൻ്റെ അടുത്ത് ഇത് ചോദിക്കണമെങ്കിൽ നിങ്ങളെ ഏരിയയിലുള്ള ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഏരിയയിലുള്ള ബേക്കറി ഷോപ്പുകളിലൊക്കെ ഏത് റേറ്റിനാണ് കേക്ക് കൊടുക്കണമെന്നുള്ളത് അന്വേഷിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനൊക്കെ ആദ്യം തന്നെ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ തൊട്ടടുത്തുള്ള 3-4 ബേക്കറിയിൽ ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട് കേക്കിൻ്റെ പ്രൈസൊക്കെ എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് കേട്ടോ നമ്മളുടെ ആയിട്ടുള്ള ഒരു പ്രൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ക്രോസ് ചെയ്തിട്ട് ഒരു ലൈന് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അവിടേക്ക് നമുക്ക് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ക്രീം ലൈറ്റ് ബ്ലൂവും അതുപോലെ തന്നെ ഗ്രീനും ലൈറ്റ് ബ്ലൂവും ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു കളർ കിട്ടും. എന്നിട്ട് അത് കേക്കിലേക്ക് ഫുള്ളായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ചെറിയ പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇതൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുന്നത്. പിന്നെ കൂടുതൽ ഫിനിഷിങ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ കുറേ പേർക്കുള്ള ഡൗട്ട്, ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ എക്സ്ട്രാ നമുക്ക് എത്ര രൂപ വാങ്ങിക്കാം എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 50 രൂപ, കാരണം കുറച്ച് ക്രീമും അതുപോലെ തന്നെ ചെറിയ ഫ്ലവർ അതുപോലെ തന്നെ ബീഡ്സ് എല്ലാം ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു റേറ്റ് ഒരു 50 രൂപ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ നിങ്ങൾ ഇതിന് എക്സ്ട്രാ 50 വാങ്ങിയിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഞാൻ ഇല്ല കേട്ടോ, അത് നമുക്കറിയുന്ന ഒരു കസ്റ്റമറാണ്, അതുപോലെ നമ്മളടുത്ത് സ്ഥിരമായിട്ട് കേക്ക് വാങ്ങുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഞാൻ എക്സ്ട്രാ വാങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു കേക്കിൻ്റെ റേറ്റ് ഇടുന്നത്. നമ്മൾക്ക് കൂടുതലായിട്ട് ഓർഡേഴ്സ് തന്നിട്ടുള്ളവർ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ പിന്നെ എക്സ്ട്രാ ഒന്നും ചോദിക്കാനായിട്ട് പോവില്ല. അതുപോലെ 2 ടയർ കേക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും 2 കിലോ കേക്ക് അതുപോലെ 2 ടയർ വേണമെന്ന് പറയുമ്പം 2 ടയറിന് എക്സ്ട്രാ റേറ്റ് വാങ്ങാറുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 ബേക്കിംഗ് ആണ്, അതിൽ ഒറ്റ ബേക്കിംഗ് അല്ല. ഒറ്റ ബേക്കിംഗ് ആകുമ്പോൾ നമുക്ക് 2 കിലോ ഒരുമിച്ച് ബേക്ക് ചെയ്യാം. ചില ടൈമിൽ നമുക്ക് 2 ഗ്യാസ് സ്റ്റോപ്പിൽ അല്ലെങ്കിൽ 2 പാനിലൊക്കെ ആയിട്ട് നമ്മൾ ബേക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പോൾ നമ്മളതിന് എക്സ്ട്രാ ഒരു 200 ചാർജ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യൽ വാങ്ങുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ എന്താ പറയുക ദൂരമുള്ള ഷോപ്പുകളിൽ പോയിട്ട് വാങ്ങിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ചിലപ്പോൾ കസ്റ്റമറിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ആ ഒരു കളറിന് ചിലപ്പോൾ 2 കളറൊക്കെ നമ്മളെ കയ്യിലില്ലാത്ത കളറാണെന്നുണ്ടെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഫ്ലവർ പോയി വാങ്ങുന്നത്. അതും ഒരു ഷോപ്പിലെ റേറ്റ് ആയിരിക്കില്ല മറ്റൊരു ഷോപ്പിൽ. അപ്പോൾ നമ്മൾ ഒരു 50 രൂപക്കാണ് നമ്മളൊരു ഫ്ലവർ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 55 രൂപ 60 രൂപക്കായിരിക്കും നമ്മൾ ആ ഫ്ലവർ നമ്മൾ കേക്കിൽ വെച്ച് കൊടുക്കുമ്പോൾ സെയിൽ ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഫ്ലവർ വെറുതെ വീട്ടിലിരുന്നാൽ കിട്ടില്ല, നമ്മളത് പോയി പർച്ചേസ് ചെയ്യണം. ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്തിട്ടാണ് നമ്മളിത് കേക്കിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കേക്കിന് റേറ്റ് ഇടുന്നത്. മുന്നേ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ നമ്മളെ കേക്കിൽ ഇതുപോലെ ഓയിൽ ബ്രഷ് എടുത്തിട്ടുള്ള ഈ ഒരു ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേക്ക് അധികം ഫിനിഷിംഗ് ഒന്നും വേണ്ട എന്നുള്ളത്. ആ സൈഡിലുള്ള ക്രീം അധികം ഫിനിഷിംഗ് ഒന്നും ചെയ്യേണ്ടെന്ന്. ഇനി ഞാൻ 100 N2 എന്നുള്ള നമ്മളെ റോസറ്റ വരക്കണ നോസിലാണ്, N1 അല്ല കേട്ടോ, അതിൻ്റെ ഒരു അടഞ്ഞ നോസിലാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ ഓരോ റോസറ്റ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഒന്ന് ഫ്രണ്ടിൽ കാണാം, ഒന്ന് കുറച്ച് ബാക്കിലേക്കായിട്ട് ഇതുപോലെ കേട്ടോ ഞാൻ വരച്ചു കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റിന് നമ്മൾക്ക് പ്രൈസ് ഇടാനായിട്ട് അറിയണം കേട്ടോ. കൂടുതൽ പേർക്ക് ഒരു ഫോണ്ടൻറ്റ് വർക്കൊക്കെ വരുമ്പോഴാണ് കൂടുതൽ ഡൗട്ട് വരിക, എത്ര ഫോണ്ടൻറ്റ് വർക്കിനൊക്കെ വാങ്ങും എന്നുള്ളത്. അപ്പോൾ ഫോണ്ടൻറ്റ് വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കട്ടറുകൾ വെച്ചിട്ട് ചെയ്യണം. ഇപ്പോൾ മേഘത്തിൻ്റെ അതുപോലെ തന്നെ എന്താ പറയുക കാറിൻ്റെ അതിൻ്റെയൊക്കെ കട്ടർ വെച്ചിട്ട് ചെയ്യണമെന്ന് നമുക്ക് പെട്ടെന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കാനേ ഉള്ളതുള്ളൂ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഫോണ്ടൻറ്റിന് വരുന്ന ഒരു ചിലവ് മാത്രം നോക്കിയാൽ മതിയായിരിക്കും. പക്ഷേ അതുപോലെ അല്ലാതെ പെട്ടെന്ന് വരുന്ന ഒരു ഷൂവിൻ്റെ മോഡലൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ എല്ലാ മോൾഡും ഇല്ലെങ്കിൽ നമ്മളത് കൈ വെച്ച് ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ ഒത്തിരി ടൈം എടുത്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എഫേർട്ടിൻ്റെ ഒരു റൈറ്റും കൂടി നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ വന്നിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ക്രീം അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് ഇതൊന്നും ഓരോ ബ്രാൻഡിൻ്റെതായിരിക്കില്ല. അപ്പോൾ അതിലും തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വർഷം ഇട്ട വീഡിയോയിലൊക്കെ ഞാനിപ്പോൾ ഒരു കേക്കിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വർഷം അത് തികച്ചും മാറിയിട്ടുണ്ടായിരിക്കും. കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റും എല്ലാ സാധനങ്ങൾക്കും ഓരോ 5 രൂപയൊക്കെ വെച്ചിട്ട് പിന്നെ മാസം പ്രതി ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ റേറ്റ് കൂട്ടാതെ പറ്റില്ല. ബിക്കോസ് നമുക്ക് സാധനം എവിടെ നിന്നും ഫ്രീ ആയിട്ട് കിട്ടില്ലല്ലോ, നമുക്ക് സാധനം കാശ് കൊടുത്തിട്ട് തന്നെയാണല്ലോ കിട്ടുന്നത്.
അപ്പോൾ ഞാൻ ഇപ്പോൾ സെയിം എടുത്ത ക്രീമിൽ തന്നെ കുറച്ചും കൂടെ ലീഫ് ഗ്രീൻ ആഡ് ചെയ്തെടുത്തിട്ട് ഒന്ന് ഡാർക്ക് ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മളെ ലീഫ് നോസിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഫ്ലവറിൻ്റെ നടുവിലൊക്കെ ആയിട്ട് നല്ല ഒരു വൈറ്റ് പേൾസും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് ഫിനിഷിംഗ് വർക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഫോണ്ടൻറ്റിൽ പേര് എഴുതി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവരും എപ്പോഴും കേക്കിൻ്റെ റൈറ്റ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ പേഴ്സണലി ചോദിക്കുന്നവർക്ക് ഞാൻ റൈറ്റ് പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ നമുക്ക് ഒരു സ്ഥലത്ത് കിട്ടുന്ന ഫ്രഷ് ഐറ്റംസിനും എല്ലാത്തിനും വേറെ വേറെ റൈറ്റുകളാണ് ഉണ്ടാവുക. അപ്പോൾ ഓരോ ഏരിയയിലും ഓരോ റൈറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് വേണം കേട്ടോ ആഡ് ആക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്. അപ്പോൾ ഇതിൽ ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ പുത്തമ്പള്ളിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കേക്ക് ഓർഡർ ആക്കണമെങ്കിൽ അതുപോലെ കേക്കിൻ്റെ മോഡൽസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.